അല്ല, ഇവിടെ എയിംസ് കേരളത്തിന് വേണമെന്നുള്ള ആവശ്യം വളരെ ന്യായമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അത് പഠനം നടത്തി, അത് കോഴിക്കോട് എന്ന് നിശ്ചയിച്ചു. KSIDCയുടെ 151.52 ഏക്കർ ഭൂമി എയിംസിന് വേണ്ടി ആരോഗ്യവകുപ്പിന് കൈമാറി. മറ്റൊരു 100 ഏക്കർ ഭൂമി 193 കുടുംബാംഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ള 100 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രവർത്തനം മുന്നോട്ട് പോയി. 11-1 നോട്ടിഫിക്കേഷനും ഭൂമിക്ക് കെട്ടിടങ്ങൾക്ക് വില നിശ്ചയിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി. ആ ഘട്ടത്തിലാണ് ഒരു സ്ഥലം എന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേരത്തെ നിലപാടിൽ വ്യത്യസ്തമായി 4 സ്ഥലങ്ങൾ ആരോഗ്യവകുപ്പ് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇത് നിയമസഭയിലും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ MLA-മാരും ഒപ്പിട്ട് കോഴിക്കോട് നഷ്ടപ്പെടരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട്ടെ 13 കേരളത്തിലല്ല, കോഴിക്കോട്ടെ മുഴുവൻ MLA-മാരും, കോഴിക്കോട്ടെ 13 MLA-മാരിൽ 12 പേര് UDF MLA-മാരുണ്ട്. ഇപ്പോൾ ആരുടെയും ശബ്ദം ഇതിൽ കേൾക്കുന്നില്ല. കോഴിക്കോട്ടെ MP ഇതിനെക്കുറിച്ച് നിലപാട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതൊരു പ്രാദേശികവാദമോ മറ്റുമോ അല്ല. പഠനത്തിലൂടെ കോഴിക്കോട് വേണമെന്ന LDF സർക്കാരിൻ്റെ നിലപാടും അതിനുശേഷം എടുത്ത സർക്കാർ നടപടികളും ഭൂമി ഉൾപ്പെടെ നൽകിയ വിഷയവുമായി ബന്ധപ്പെട്ട് UDF ഗവൺമെൻറ്റിൻ്റെ നിലപാട് പ്രതിഷേധാർഹമാണ്. അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. തീർച്ചയായും എയിംസ് കോഴിക്കോട് നിന്ന് അട്ടിമറിക്കാനുള്ള തീരുമാനമാണ്. റെയിൽവേ കണക്ടിവിറ്റി, വാട്ടർ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി തുടങ്ങി വിവിധ ജില്ലകളെ, മലബാറിലെ വിവിധ ജില്ലകളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി, ചേർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു കേന്ദ്രമാണ് കോഴിക്കോട്ടെ കിനാലും. അതാണിപ്പോൾ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അത് ഗൗരവമേറിയ പ്രശ്നമാണ്. 2021-26 സർക്കാർ ഇത് ചർച്ച ചെയ്തു, പഠനം നടത്തി. കോഴിക്കോട് തീരുമാനിച്ചു വ്യവസായ വകുപ്പിൻ്റെ KSIDCയുടെ ഭൂമി, ആ ഭൂമി എയിംസിന് വേണ്ടി ആരോഗ്യവകുപ്പിന് കൈമാറി. പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള 100 ഏക്കർ സ്ഥലം ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ 11-1 നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ തുടങ്ങി. അതിനൊരു സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെ വെച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അല്ല, ഞാനിത് പറഞ്ഞല്ലോ. അല്ല, അതെനിക്ക് അറിയില്ല, എന്താണെന്നറിയില്ല. ഞാനിപ്പോൾ ഈ വിഷയമാണ്. അല്ല, ഇത് മുഖ്യമന്ത്രിയും KSU പ്രസിഡന്റും തമ്മിലുള്ള അതിർത്തി തർക്കമല്ല. മുഖ്യമന്ത്രിയും KSU പ്രസിഡന്റും തമ്മിലുള്ള അതിർത്തി തർക്കമായി കാണേണ്ട ഒരു പ്രശ്നമല്ല, അവരുടെ ഒരു വ്യക്തിപരമായ പ്രശ്നമല്ല. ഇത് ലക്ഷണമൊത്തൊരു BJP കാരനെ, ABP നേതാവിനെ കോടതിയിൽ സർക്കാരിൻ്റെ ശബ്ദമാകേണ്ട പ്ലീഡറായി നിയമിച്ചിരിക്കുന്നു. ഇത് ഗൗരവമേറിയ പ്രശ്നമാണ്. ഇത് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ലെറ്റർ പാഡുമായി വന്ന് സത്യപ്രതിജ്ഞ ലംഘനം ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി നടത്തി എന്നുള്ളത് മാത്രമല്ല, എങ്ങനെയാണ് തുടർച്ചയായി BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരും ABVP നേതാക്കന്മാരും സർക്കാർ സ്ഥാനങ്ങളിൽ UDF ഭരണം ഏറ്റെടുത്തതിന് ശേഷം വരുന്നത് എന്നുള്ളത് പൊതുവെ മതനിരപേക്ഷ മനസ്സുകൾ UDF-ൽ നിന്നും മറുപടി പ്രതീക്ഷിക്കുന്ന വിഷയമാണ്. അല്ല, അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പറഞ്ഞതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം വഖഫ് വിഷയത്തിൽ ഉൾപ്പെടെ കാര്യങ്ങൾ വ്യക്തമാണ്. BJPയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഭരണം എന്നുള്ളതിന് സമാനമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ശബ്ദം ഇതിൽ കേൾക്കുന്നില്ലല്ലോ. സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് നൽകിയ ഒരു ഇതിലെടുത്ത ഒരു നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് UDF ഗവൺമെൻറ്റിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തോടൊപ്പം പ്രസംഗിച്ച കോൺഗ്രസ് നേതാക്കന്മാരുണ്ടല്ലോ, ആരും മിണ്ടുന്നുണ്ടോ? എവിടെ പോയി KC വേണുഗോപാൽ? ഇവിടെ ഗ്രൂപ്പ് പോരിൻ്റെ പേരിൽ അഭിപ്രായം പറയുന്ന KC വേണുഗോപാൽ വഖഫ് വിഷയത്തിൽ UDF എടുത്ത നിലപാട് തെറ്റാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? പാർലമെൻറ്റിൽ അതേ ഉൾപ്പെടെ സംസാരിച്ചല്ലേ. അപ്പം ഗ്രൂപ്പ് വിഷയത്തിൽ മാത്രം അഭിപ്രായം പറയില്ല, ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയണം. കേരളത്തിൻ്റെ നിയമസഭയിൽ വഖഫ് വിഷയത്തിൽ LDF ഗവൺമെൻറ് പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനോടൊപ്പമാണ് UDF നിന്നത്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. അല്ല, അദ്ദേഹം തന്നെ നിലപാടിൽ നിന്ന് ഇപ്പോൾ മാറി പറഞ്ഞല്ലോ. ശക്തമായ
പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉയർന്നു വരുന്നു. അതിൽ നിന്നും അദ്ദേഹം തന്നെ അഭിപ്രായത്തിൽ നിന്ന് മാറിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കാണേണ്ടത് ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ നിലപാട് സ്വീകരിക്കേണ്ടത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ഇപ്പോൾ എയിംസിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇപ്പോഴൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ ഉള്ളൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ 9-ാം വയസ്സിൽ മുതലേ പിടിച്ച പ്രധാനമന്ത്രിയും 14-ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് തെങ്ങിൽ കയറിയ ഒരു മുഖ്യമന്ത്രിയാണ്. നാടിന് വളരെ സന്തോഷകരമായ അനുഭവം നൽകേണ്ട രണ്ട് ഭരണാധികാരികളാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ മുഖ്യമന്ത്രി നിലപാട് പറയുന്നില്ല. നിലപാട് പറയണം. എയിംസ് എന്തുകൊണ്ട് കോഴിക്കോടിന് നഷ്ടപ്പെടുത്തുന്ന ഒരു തീരുമാനം മുഖ്യമന്ത്രിയുടെ അനുഗ്രഹത്താലാണോ ആരോഗ്യ വകുപ്പ് മന്ത്രി കൈക്കൊണ്ടത് എന്നുള്ളത് പറയേണ്ടതുണ്ട്. അല്ല, നമ്മൾ ഇത് തുടർച്ചയായി പറയുകയാണ്. വൈദ്യുതി മന്ത്രി KPCC പ്രസിഡന്റിന്റെ പണി ഒഴിവാക്കി വൈദ്യുതി വകുപ്പ് മന്ത്രിയായി ആക്ട് ചെയ്യണം. അതേപ്പോഴും KPCC പ്രസിഡന്റ് പണിയെടുത്ത് KSU പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള തല്ല് തീർക്കാനാണ്, അല്ലെങ്കിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം തീർക്കാൻ DCC പ്രസിഡന്റും KPCC ഭാരവാഹിയും വീതം വെക്കാനുള്ള യോഗങ്ങൾക്കാണ് കൂടുതൽ സമയം വൈദ്യുതി വകുപ്പ് മന്ത്രി ചെലവഴിക്കുന്നത്. അതിന് പകരം വൈദ്യുതി വകുപ്പ് മന്ത്രിയെ ആക്ട് ചെയ്യണം. ഇപ്പം രണ്ടുപേരുടെ മരണത്തിന് കാരണമായി. രണ്ടുപേരുടെ മരണത്തിന് പാലക്കാട് കൃഷ്ണനും അതുപോലെ തന്നെ എറണാകുളത്ത് മറിയമും കേരളത്തിലെ UDF സർക്കാരിൻ്റെ വൈദ്യുതി മേഖലയിലെ കെടുകാര്യസ്ഥതയും മിസ്മാനേജ്മെൻറ്റിൻ്റെയും രക്തസാക്ഷികളാണ്. എന്നിട്ട് വൈദ്യുതി മന്ത്രിക്ക് ഒരു നിലപാടില്ല. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നതിന് പകരം അടിയന്തരമായി ഇടപെട്ട് മികച്ച മാനേജ്മെൻറ്റ് പ്രവർത്തനത്തിലൂടെ പവർ കട്ട് ലോഡ് ഷെഡിങ് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല, അതിന് മറുപടി കൃത്യമായിട്ട് പറഞ്ഞല്ലോ. വളരെ കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞതാണ്. അല്ല, കളിച്ചത് സ്പെയിനാണ്, ജയിച്ചത് സ്പെയിനാണ്. അർജന്റീന തോൽവി അറിയിക്കുന്നുണ്ട്.